എടാ നമ്മുടെ വീട് എവിടെ? भैया क्या ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം പിറന്ന നാൾവാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് തീനായി തൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാൽ വേറാരും വേണ്ടി നിൽക്കുമാറ്. ഗുഡ് മോർണിംഗ് എവ്രിവൺ. നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുകുമാരൻ അച്ചാച്ചന്റെ 80ാം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണല്ലോ. ഈ ഡിഫിക്കൽട്ട് ക്ലൈമറ്റിലും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനെത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഠിനാധ്വാനത്തിന്റെ അതിജീവനത്തിന്റെ പ്രചോദനത്തിന്റെ 80 വർഷങ്ങൾ. നമ്മളിൽ എത്ര പേർക്കറിയാം അച്ചാച്ചൻ 2 യുദ്ധങ്ങളിൽ പങ്കുചേർന്നിട്ടുണ്ടെന്ന്? എത്രയോ തവണ കപ്പലിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങിയിട്ടുണ്ടെന്ന്, ബോയ്സ് നേവിയുടെ ഭാഗമായിരുന്നെന്ന്, സീ റൂട്ട്സ് ഒക്കെ തടിയൂർ ജംഗ്ഷൻ പോലെ പരിചയമുണ്ടായിരുന്നെന്ന്. എല്ലാവർക്കും പരസ്പരം കാണാനും സ്നേഹബന്ധങ്ങൾ പുതുക്കാനുമായുള്ള ഒരു അവസരമായി ആകട്ടെ ഈ സെലിബ്രേഷൻ. കേക്ക് കട്ടിങ്ങിനായി അച്ചാച്ചനെ നമുക്ക് വിളിക്കാം. ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും ആഘോഷ പ്രകമ്പനം. സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ ഇത് നിൻസുദിനമല്ലേ. പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും വർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും വർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. മിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാൻ. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുരിത വാസന്തരാവിൽ
വെച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ട് നേരാം ആശംസ ചുവടു വെച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ട് നേരാം ആശംസ രാഗം മംഗളരാഗം രാഗത്തിലായിരം ഗാനം ഈ പേപ്പറത്ത് ഫാമിലിയിലെ ബേബിയായ കുഞ്ചായൻ അച്ചാച്ചനെ രണ്ട് വാക്ക് പറയുന്നതായി ക്ഷണിക്കുന്നു. കുഞ്ചായൻ അച്ചാച്ചനെ വിളിക്കുന്നു. എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ മൂത്ത സഹോദരൻ ശ്രീ എസ് കുമാരൻ്റെ ദീർഘായുസിന് ആയുരാരോഗ്യത്തിന് വേണ്ടി സഹോദരനായ ഞാൻ എല്ലാവിധ ആശംസകളും ഗാനം സംഗമഗാനം ഗാനത്തിനായിരം വർണ്ണം ഏഴല്ല നിറമതിനേഴല്ല എഴുപതല്ല നൂറ് നൂറ് വർണ്ണമഴ വില്ലുകൾ വിരിഞ്ഞൊരഴക അനുഗ്രഹം കൊടുക്കാൻ പറ്റത്തില്ല. അനുഗ്രഹം എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന സുമാരച്ചായനും 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഐശുകുഞ്ഞബയ്ക്കും സുമാരച്ചായനും ആശംസകൾ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്ക് ആഘോഷിക്കാൻ. 50-ാം വാർഷികം കൂടെ നമ്മൾ ഉടനെ ആഘോഷിക്കണം കുഞ്ചായൻ്റെതും കൂടെ. ആശംസ കൊടുക്കാനായിട്ട് മാമനെ ക്ഷണിക്കുന്നു. ഇവിടെ വന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും ആദ്യമേ ആശംസ അറിയിക്കുകയാണ്. രണ്ടാമത് എൻ്റെ അളിയനും സിസ്റ്ററിനും ആശംസകൾ അർപ്പിക്കുന്നതും തുടർന്നുള്ള സൽക്കാരങ്ങളിൽ എല്ലാവരും പങ്കുചേർന്ന് ഇതാകണമെന്ന് വിനീതപൂർവ്വം അപേക്ഷിച്ചുകൊള്ളുന്നു. അച്ഛൻ്റെ സെക്കൻഡ് ബ്രദർ ഗംഗാധരൻ അപ്പൂപ്പന്റെ മകനായ മോഹനൻ വെല്ലച്ചനെ ക്ഷണിക്കുന്നു. സുമാൻ അച്ഛൻ്റെ 80-ാം പിറന്നാൾ എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും ദീർഘകാലം കുടുംബജീവിതം നയിക്കുവാനും കുട്ടികളെയൊക്കെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ആശ്വാസങ്ങളും നൽകി മുൻപോട്ട് പോകുന്നതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും വീണ്ടും നമുക്ക് 90 വയസ്സ് തികയുമ്പോൾ ഇതുപോലെ ഒത്തുകൂടാനും അങ്ങനെ കുറേ കാലം കൂടെ എത്ര കാലം വേണമെങ്കിലും ജീവിക്കാൻ ഉള്ള ആരോഗ്യം ഇപ്പോൾ വെപ്പാനുണ്ട്. അതിന് ആയുരാരോഗ്യത്തോടു കൂടി ജീവിക്കുന്നതിന് ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ശശിയേട്ടാ, താങ്ക് യു വെരി മച്ച്. അത് നല്ലൊരു വാക്കുകളായിരുന്നു. എല്ലാവർക്കും കേൾക്കുമ്പം അത്രയും ദീർഘമായിട്ട് പറഞ്ഞതില്ല. രാജപ്പനക്കിൽ ഒരു 2 വാക്ക് സംസാരിക്കാം. സുകുമാരനും ഞാനും ഏറെക്കുറെ ഒരേ പ്രായമുള്ളവരാണ്. എന്നേക്കാൾ 5-6 മാസം കൂടുതലാണ്. അതെ, അതുകൊണ്ട് അന്നേരം പിന്നെ
ഞങ്ങൾ ദിവസവും കാണുകയും മിക്കവാറും കാണുകയും അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഞങ്ങൾ പുതിയതായിട്ട് കാണുന്ന ഒരു ഇതല്ല ഉള്ളത്. 80 വയസ്സായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി 80 ആയോ. പിന്നെയാണ് പുറകെയാണ് ഞാൻ ഇരിക്കുന്ന എനിക്ക് ഏതാണ്ട് ആയി വരുന്നുണ്ടോ അങ്ങനായിരുന്നു. പിന്നെ എല്ലാവിധ ആയുരാരോഗ്യ സൗകര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ 50ാം വെഡിങ് ആനിവേഴ്സറിയും ഇക്കൂട്ടത്തിൽ തന്നെ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെയും ആശംസകൾ രണ്ടുപേർക്കും. 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന സുവാരിച്ചായന് എൻ്റെ ഭാര്യയുടെ എല്ലാവിധ ആശംസകളും നേർന്നുള്ളത്. 50ാം വിവാഹ വാർഷികം കൂടി ഈ കൂട്ടത്തിൽ ആഘോഷിക്കുകയാണ്. അതിനുള്ള ആശംസകളും ഞങ്ങൾ രണ്ടുപേരും കൂടി നേരുന്നു. നമസ്കാരം. ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ചേട്ടൻ. കഴിഞ്ഞ ദിവസം അന്വേഷിച്ച് വിളിച്ചിട്ട് യാത്രയിലാരും തോന്നുന്നു എന്നോട് സംസാരിച്ചു. എനിക്ക് പൂർണ്ണമായിട്ടും വ്യക്തമായില്ല. അപ്പോൾ ഞാൻ ഓർത്തു ചേട്ടൻ്റെ കാര്യമാണ്. അപ്പോൾ 70 അല്ല. പിന്നെ അടുത്ത ദിവസം ഞാൻ ഇതിലെ വന്നപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു ഇതാണ് കാര്യം. ഏതായാലും നമ്മുടെ നാട്ടിൽ 80 വയസ്സാവുക എന്ന് പറയുന്നത് 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്നവരെയാണ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ആ സൗഭാഗ്യം ജീവിതത്തിൽ നേടിയ പ്രിയപ്പെട്ട ചേട്ടന് ഇനിയും ആരോഗ്യത്തോടെ കൂടുതൽ നാൾ ജീവിക്കുവാൻ കഴിയട്ടെ. ശ്രീനാരായണ പരമഗുരുവേ നമ. ഇന്നലെയാണ് നമ്മുടെ ഐഷ ചേച്ചി ഇവിടുത്തെ ചേട്ടൻ്റെ 80ാം ജന്മദിനവും 50ാം വിവാഹ വാർഷികവും ഒരു ചെറിയ ചടങ്ങായി ഇവിടെ നടത്തുന്നതെന്ന് എന്നെ അറിയിച്ചത്. വളരെ സന്തോഷം തോന്നി. ആദ്യമായി എന്നെ ഇവിടെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചു. കാരണം സുമാരൻ ചേട്ടന് ഡ്യൂട്ടിയിൽ ഈ ദേശം കാക്കുവാൻ, നമ്മളെ കാക്കുവാൻ 50 വർഷത്തോളം അവിടെ ജോലി ചെയ്യുകയും വർഷങ്ങളോളം ജോലി ചെയ്യുകയും 2 യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും ഈ ലോകം മുഴുവൻ കറങ്ങുകയും ചുറ്റുകയും കാണുകയും ചെയ്ത ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് തീർച്ചയായും പ്രചോദകമായിരിക്കും. കാരണം ഈ ദേശത്തിന് വേണ്ടി ഇത്രയും കഷ്ടത അനുഭവിച്ച് 2 യുദ്ധങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് തീർച്ചയായും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പ്രചോദകമായിരിക്കും. കാരണം ആ മനസ്സിൽ ഒരു സ്നേഹമുണ്ട്, ഒരു കരുതലുണ്ട്. തൻ്റെ സഹജീവികളോടുള്ള കരുതൽ, ആ ദേശത്തോടുള്ള കരുതൽ കാണിച്ചുകൊണ്ട്, ആ കരുതൽ സ്വന്തം കുടുംബത്തെയും പരിപാലിച്ചുകൊണ്ട്, അതേ രീതിയിൽ തന്നെ സ്വന്തം കുടുംബത്തെയും പരിപാലിച്ചുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഗുരുദേവൻ അദ്ദേഹത്തെ തീർച്ചയായും അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയുന്നു. ബർട്രൻഡ് റസ്സൽ എന്നൊരു ഇംഗ്ലീഷ് ദാർശനികൻ പറഞ്ഞിട്ടുണ്ട്, ആരാണ് മഹത്തായ വ്യക്തി എന്ന് പറയുന്നത്, ആരാണ് മഹത്തായ വ്യക്തി, ആരാണ് മഹത്തായ മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ വേദനകളെ, മറ്റുള്ളവരുടെ ദുരിതങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിനെപ്പറ്റി വ്യസനിക്കുകയും ചെയ്യുന്ന ആരാണോ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ള മനുഷ്യൻ. ഞാൻ പറയും, നമ്മുടെ ഇടയിൽ ഏറ്റവും മഹത്വമുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത് സുമാരൻ ചേട്ടനാണ്. തീർച്ചയായും മറ്റുള്ളവരെ കരുതിയ, കുടുംബത്തെ കരുതിയ, ഇത്രയും നാളും സന്തോഷവും സമാധാനവും സ്വന്തം ജീവിതത്തിലല്ല എല്ലാവർക്കും പകർന്നു നൽകിയ ശ്രീ സുകുമാരൻ ചേട്ടനും ഐഷ ആൻറ്റിക്കും എല്ലാ ഭാവങ്ങളും ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തുടർന്ന് നൽകട്ടെ എന്ന് ഗുരുദേവനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. മണിയാൻറ്റി. എല്ലാവർക്കും നമസ്കാരം.
ഇത്രയും വലിയ പ്രതികൂലമായ സാഹചര്യത്തിലും എല്ലാവരും എത്തിച്ചേരുകയും സുമാരൻ ചേട്ടനോടുള്ള അകമഴിഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. സുമാരൻ ചേട്ടന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അതുപോലെ തന്നെ ഐശ്വര്യവും ചേട്ടനും വിവാഹ മംഗളാശംസകൾ 50 വർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. തുടർന്നും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ജീവിതവും സുപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സന്തോഷകരമായ ഈ സുദിനത്തിൽ സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം സ്നേഹനിധിയായ സുമാരൻ അച്ചായന് 80-ാം പിറന്നാൾ ആശംസകൾ നേരുന്നതോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും ആശംസിക്കുന്നു. 50-ാം വിവാഹ വാർഷികത്തിനുള്ള നന്മകൾ ആശംസിക്കുന്നു. എല്ലാവർക്കും തുടർന്നുള്ള സുമാരൻ അച്ചായൻ്റെ ജീവിതം സന്തോഷകരവും ആരോഗ്യപൂർണവുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അച്ചായൻ്റെ 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അച്ചായനെ എല്ലാവിധമായ ജന്മദിന ആശംസകളും നേരുന്നു. അതുപോലെ ഇനിയും ആയുരാരോഗ്യം ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ 50-ാം വിവാഹ വാർഷികത്തിലും അതിയായ സന്തോഷവും മംഗളങ്ങളും നേരുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഇവിടെ വന്ന് നിന്ന് സംസാരിച്ച് ചാച്ചനും അമ്മയ്ക്കും അർപ്പിക്കാനുണ്ടെങ്കിൽ വരാം. സൽജ, പ്രിയപ്പെട്ട സുമാരൻ ചേട്ടന് 80-ാം പിറന്നാളിൻ്റെ എല്ലാ ആശംസകളും ഈ സമയത്ത് നേരുന്നു. ഞങ്ങൾ എന്നും രാവിലെ നടക്കാൻ പോകുമ്പോഴും ഒരു ഗുഡ് മോർണിംഗ് പറയാറുള്ള ഒരു ആളൊക്കെ ഈയിടെയായിട്ട് കുറച്ച് ഇതങ്ങളൊക്കെ ഇടയ്ക്ക് എറണാകുളത്തോട്ട് മാറുന്നുള്ളതുകൊണ്ട് കാണുന്നില്ല. എന്നാലും ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളൊക്കെ കാണും. അതുപോലെ ഐഷ ചേച്ചിക്കും സുമാരൻ ചേട്ടൻ 50-ാമത്തെ പിറന്നാൾ ആശംസകൾ ഈ സമയത്ത് നേരുന്നു. എല്ലാ നന്മകളും നേർന്നു ആശംസിക്കും. താങ്ക് യു. കൃഷ്ണകുട്ടി മാമ, ഞാൻ കുറേ നേരമായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെ എല്ലാവരും കുറേ നേരമൊക്കെ സംസാരിച്ചു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്കിൾ വേണം ചെറുപ്പകാലം തൊട്ടുള്ള നിങ്ങൾ ജീവിതകാര്യമൊക്കെ ഒന്ന് പറയാൻ എല്ലാവർക്കും കേൾക്കാൻ. ഇവിടെ എന്ത് പറഞ്ഞ നേവി ചേർന്ന കാര്യവും അതിനുശേഷം എത്ര നാൾ സെർവ് ചെയ്തെന്നും ഏതൊക്കെ ബാറ്റിൽസിൽ പങ്കെടുത്തെന്നും ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞു. എന്നാലും അങ്കിളിന് അറിയാമെന്ന് അത്ര ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. ഞാനും സുകുമാരൻ തമ്മിലെ ഔദ്യോഗികമായി പറഞ്ഞാൽ ഏതാണ്ട് 60-65 വർഷത്തെ പരിചയമുണ്ട്. ചെറുപ്പം മുതലേ ഞങ്ങൾ തടിയൂർ സ്കൂളിൽ പഠിച്ച പരിചയമുണ്ട്. അതിനുശേഷം ഞങ്ങൾ നേവി ചേർന്നു. നേവൽ ജീവിതത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും മർച്ചൻ്റ് നേവി ചേർന്ന് വളരെ വർഷങ്ങളോളം കഴിഞ്ഞു. അതിനുശേഷം മർച്ചൻ്റ് നേവിയിലെ ജീവിതം കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്നു. അതേമാതിരി ബഹുമാനപ്പെട്ട സുകുമാരനും അതേമാതിരി തന്നെ സ്വസ്ഥം ഗ്രഹഭരണം എന്ന രീതിയിൽ വീട്ടിൽ തന്നെ കഴിയുകയാണ്. ഞങ്ങൾ നേവിയിലുണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന മാതിരി 2-3 യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ആ സ്നേഹബന്ധം ഇപ്പോഴും പഴയ മാതിരി തന്നെ തുടരുന്നു. ആഴ്ചയിൽ ഒരു വട്ടയിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാത്ത ദിവസങ്ങളില്ല. പിന്നെ അനീഷിനെ സംബന്ധിച്ച്, എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അനീഷിൻ്റെ അനിയത്തിയും എൻ്റെ മക്കളും ആതിരിയ ചെറുപ്പം മുതൽ വളർന്നതും. ഞങ്ങൾ ബോംബെയിലുണ്ടായിരുന്ന സമയത്ത് ഞാനും ഭാര്യയും കുഞ്ഞും മൂത്ത മോളും ഉണ്ടായിരുന്ന സമയത്ത് അനീഷും ഐഷയും
സുകുമാരനും എല്ലാവരും കൂടെ ഞങ്ങൾ ബോംബെയിലുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി കുടുംബജീവിതം, ഒരു കുടുംബം മാതിരിയാണ് ഞങ്ങൾ ഏതാണ്ട് 62 വർഷം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞു പോരുന്നത്. സുകുമാരൻ്റെ 80ാമത്തെ പിറന്നാളിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആരോഗ്യം അനുഗ്രഹിക്കുന്നു. അതറിയില്ലായിരുന്നു. 50ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെ ആയിരുന്നു. രണ്ടുപേരും ദീർഘകാലം, അടുത്ത ഒരു 50 വർഷം കൂടെ എങ്കിലും സുഖമായിരിക്കട്ടെ. അന്ന് ഞാൻ വന്ന് പ്രസംഗിക്കാൻ പേടിക്കണ്ട. അല്ല, നിങ്ങൾ വിചാരിക്കും സുകുമാരന് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്കെന്നാ വളരെ പ്രായക്കുറവായിരിക്കുമെന്നേ. സുകുമാരനെക്കാട്ടും 2 വയസ്സ് കൂടുതലേ ഉള്ളൂ, എനിക്ക് കുറവില്ല. 2 വയസ്സ് കൂടുതലുണ്ട് സുകുമാരനെക്കാട്ടും. പിന്നെ ഞങ്ങളുടെ മക്കളും ഇവരും എല്ലാം സഹോദരങ്ങൾ മാതിരിയാണ് ഇപ്പോഴും കഴിയുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയുള്ളതും ഞങ്ങൾക്ക് ആരോഗ്യമായി കഴിയാൻ സർവശക്തൻ കടാക്ഷിക്കട്ടെ, 2 കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പ്രതികൂല സാഹചര്യത്തിലും ഇവിടെ വന്നെത്തി ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. ചേട്ടനെ ഞാൻ ഇന്നലെയും സുകുമാരൻ ചേട്ടൻ്റെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു. എൻ്റെ ഒരു ചെറുപ്രായത്തിൽ ഞാനിപ്പോഴും അത് മനസ്സിലോർക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട് എറണാകുളമാണ്. ഐഷിച്ചിയും ചേട്ടനും കൂടെ വീട്ടിൽ വന്ന സമയത്ത് ചേട്ടൻ അന്ന് തൊട്ടേ എനിക്ക് ആ ഒരു സ്നേഹവും ബഹുമാനവും ഉള്ളതാണ്. ഞാനിച്ചിരി കുരുക്കുള്ളൊരു ആളായിരുന്നു. ചേട്ടൻ എന്നെയും വിട്ട് ഇങ്ങനെ ജനലിൻ്റെ ഇടയിൽ കൂടെ ഒരു ഈർക്കിലിട്ട് തലയിൽ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കണ്ടില്ല. ഞാൻ ചോദിച്ചു എവിടെ പോയതാ? അത് ഞാൻ മൂത്രമൊഴിക്കാൻ പോയി. എടാ കള്ളാ, നീ എന്നെ കൊണ്ടുപോകാ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞങ്ങളൊരു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഞാൻ ആ വിവരം ഒന്ന് പറഞ്ഞു. എനിക്കിന്നൊരു കാര്യം ഉണ്ട്, അത്യാവശ്യമായിട്ട് എനിക്ക് പോകണം, അതുകൊണ്ട് ഞാൻ ഇന്ന് പങ്കെടുക്കത്തില്ല. ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പങ്കെടുക്കത്തില്ല. അപ്പോൾ അതുപോലെ എനിക്ക് സുകുമാരൻ ചേട്ടനായാലും ഭാസ്കരൻ ചേട്ടനാണേലും എൻ്റെ കൊച്ചുനാൾ തൊട്ടുള്ള എൻ്റെ ഒരു സ്വന്തം ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ എന്ത് കാര്യം ഇന്നുണ്ടെങ്കിലും ഇത്രയും വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ടും ഈ ഇങ്ങനെയുള്ള കാലാവസ്ഥയാണെങ്കിലും ഞാൻ അതിനിടയ്ക്ക് ഓടിയെത്തിയതാണ്. ഭാസ്കരൻ ചേട്ടനോട് ഇനിയുള്ള കാലങ്ങളും ഇനി ഇത്രയും ഇതുപോലെ അടുത്ത വർഷം ഇനിയുള്ള വർഷങ്ങളിലൊക്കെ ഇതുപോലെ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു വേദി ഒരുക്കണമെന്നും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ചേട്ടന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞങ്ങൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് സുകുമാരൻ ചേട്ടൻ. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രസാദ് മാമ, ബഹുമാന്യനായ കുടുംബാംഗങ്ങളെ, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ഞാൻ ഏതാണ്ട് ദീർഘകാല എൻ്റെ ബന്ധമുള്ള ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ 80ാമത് പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേരുവാൻ അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും തുടർന്നുള്ള ജീവിതത്തിൽ ഒരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ച് ദീർഘകാലം നമ്മളോടൊപ്പം
ജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ മംഗളങ്ങളും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്ത ജനറേഷനിൽപ്പെട്ടവർ ആരെങ്കിലും ഇത് കണ്ണ 2 വാക്ക് പറഞ്ഞേ. കണ്ണൻ, സിജു, സിനു, സിജി, പഞ്ചായത്തിലൊക്കെ പ്രസംഗിക്കുന്ന പോലെ കാശിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഒരു സന്തോഷം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ തിരക്കിനിടയിൽ പലപ്പോഴും പല വീടുകളിലും പോകാൻ പോലും സമയം കിട്ടാറില്ല. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ അനീഷയുടെ അറേഞ്ച് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നി. കാരണം എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഇന്നലെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നാളിന് ശേഷം ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യം. പിന്നെ നമ്മുടെ അച്ചാച്ചൻ 80 വയസ്സായി. അച്ചാച്ചൻ്റെ കാര്യം പറയുമ്പോൾ പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആ അച്ചാച്ചന് വസ്തുവുണ്ട്. ആ വസ്തുവിൽ അച്ചാച്ചൻ അവിടെ ഇവിടെ എടുക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുമ്പം ഞങ്ങൾക്ക് എന്തേലും ഞങ്ങൾ പ്രതീക്ഷിക്കും. കാരണം ആ സമയത്ത് അച്ചാച്ചൻ്റെ കയ്യിൽ എന്തെങ്കിലും കാണുകയും ചെയ്യും. ഒരു തവണ ഞാൻ ഓർക്കുന്നു, അച്ചാച്ചൻ ടെന്നീസ് ബോള്, ഒരു കുപ്പിക്കകത്ത് പോലത്തെ ഒരു ടെന്നീസ് ബോള്, അതിനകത്ത് 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 ബോളുണ്ട്. ആ ടെന്നീസ് ബോള് അച്ചാച്ചൻ ഒരു തവണ കൊണ്ടുവരും. പിന്നെ ഇടയ്ക്ക് മിക്കവാറും അച്ചാച്ചൻ വരുമ്പോൾ ഞങ്ങൾ ആ ഒരു ടെന്നീസ് ബോള് പ്രതീക്ഷിക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ ചില സമയത്ത് ടെന്നീസ് ബോൾ കിട്ടാറില്ല. എങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലുമൊക്കെ അച്ഛൻ കൊണ്ടുവരും. ഇപ്പം എൻ്റെ അച്ഛൻ ചാച്ചൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലിയാറിൻ്റെ അച്ഛനുണ്ട്, ശ്രീധരൻ അച്ഛൻ, പിന്നെ സുമാൻ ചാച്ചൻ. ഈ 2-3 അച്ഛന്മാരും പല കാര്യങ്ങളും ജീവിതത്തിലെ ഉയർച്ചയിലും താഴ്ചയിലും പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ചാച്ചനായാലും ചാച്ചനായാലും. അച്ചാച്ചനും പല കാര്യങ്ങളിലും നമ്മളെ വഴക്ക് പറയും. നമ്മൾ ശാസിച്ച് പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും, ജോലി നോക്കുന്ന സമയത്ത്, ജോലി ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പോലും അപ്പം വീട്ടിലെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ചാച്ചൻ പറയും, എങ്ങനെയുമൊക്കെ ജോലി നേടണം, ജോലി എടുക്കണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെ ജോലി ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി അച്ചാച്ചൻ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും, ഉയർച്ചയിലും വിദ്യാഭ്യാസത്തിലും അച്ചാച്ചനും നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ 80 വയസ്സ് പൂർത്തിയായ അച്ചാച്ചന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും നേടുകയാണ്. അച്ചാച്ചൻ്റെ 90-ഉം 100-ഉം എല്ലാം പിറന്നാൾ നമുക്കിതുപോലെ ആഘോഷിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഐഷാമയ്ക്കും അച്ചാച്ചനും 50 വയസ്സ്, 50 വിവാഹ വാർഷികം ആഘോഷിക്കാണ്. ആ കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് രസം തോന്നി. അത് വേറൊന്നുമല്ല, അമ്മയും ചാച്ചനെയും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചു. എൻ്റെ ഒരു സംശയം, അച്ഛന് അമ്മയും കൂടെ കേക്ക് മുറിച്ച്, എനിക്കൊരു സംശയം, അമ്മ ഈ കേക്ക് ആർക്ക് കൊടുക്കുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം 80-ാം പിറന്നാൾ അച്ചാച്ചൻ്റെയാണ്. അച്ചാച്ചൻ്റെ വായിൽ ഇനി കേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വൈകിട്ട് ചിലപ്പോൾ അവിടെ ഇടി നടക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഞാൻ ഇന്നലെയും പറഞ്ഞ, അമ്മേ അച്ചാച്ചൻ 80 വയസ്സായി, നമുക്ക് കൊണ്ടുപോയി പൊന്നാട അണിയിക്കണം, അമ്മ അങ്ങ് പൊന്നാട ഇട്ടോളാൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അയ്യോ ഞാൻ ഇടത്തില്ല, ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ചാച്ച എന്നെ ഓടിക്കുമേ. ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, 2 പേരും കൂടി ഇന്ന് ഇട്ടോ. അപ്പം ഞാൻ ആ കേക്ക് മുറിച്ചപ്പോൾ സിജു എൻ്റെ സിജുനോട് പറയായിരുന്നു, എടാ ഈ കേക്കിനി അച്ചാച്ചൻ്റെ വായിലെങ്ങാനും വെച്ചാൽ തീർന്നു കേട്ടോ, ഇന്ന് വൈകിട്ടത്തേക്കുള്ള ഓളമായിരുന്നു. പക്ഷെ എന്തോ അമ്മ അത് അറിഞ്ഞ് ചാച്ചൻ്റെ വായി തന്നെ വെച്ചത് ആദ്യം. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഈ പ്രതികൂല സാഹചര്യത്തിലും വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിജു. സിനു, ഓക്കെ. അപ്പം ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും അവരോട് ഞാൻ എന്താ മെയിനായിട്ട് പറയാനുള്ളത്, ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു, 80th ബർത്ത്ഡേ വരുന്നു. ഇതിനു മുമ്പ് നമ്മളാകെ കൂടിയത് വല്യമ്മച്ചിക്ക് 90 വയസ്സായപ്പോൾ ഒരു 2013. അപ്പം എപ്പോഴും ഒരു ഒക്കേഷൻ നല്ലതാണല്ലോ, എല്ലാവരും കൂടെ ഒന്ന് വിളിച്ച്, അങ്ങനെയാണല്ലോ ആളുകളെല്ലാം എല്ലാവരും കൂടെ കാണാൻ പറ്റുന്നതൊക്കെ അന്നേരം പറ്റുള്ളൂ.
അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പം അമ്മയുടെ ചാച്ചൻ്റെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, അത് 50th അത് കഴിഞ്ഞു, ഫ്യൂ ഡേയ്സ് ആയി. 23rd പിന്നെ ഇത് May 31. അപ്പം ബർത്ത്ഡേ ഏതായാലും ആ ദിവസം തന്നെ ആയിട്ട് മതി എന്നൊക്കെ ആലോചിച്ച് ഞങ്ങളെല്ലാവരും കൂടെ വിളിക്കാമെന്ന് വെച്ചു. അങ്ങനെയാണ്. പിന്നെ ഇന്ന് ഇത്രയും പ്രതികൂല സാഹചര്യം ആയതുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ടില്ല. പ്രത്യേകിച്ചും അങ്ങനെ വടക്ക് സൈഡിൽ നിന്നൊക്കെ ഉള്ളവരും പിന്നെ രാവിലെയൊക്കെ ഓരോരുത്തരും വിളിച്ചിട്ട് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം, കുഴപ്പമില്ല. പോരാത്തന്നെ മറ്റന്നാൾ സ്കൂൾ തുറക്കുന്ന ദിവസമൊക്കെയാണ്. ഒക്കെ ഇങ്ങനെ 2-3 സന്തോഷ കാര്യങ്ങളാണ്. ഒന്ന്, ചാച്ചൻ ഇത്രയും അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഈ 80 വയസ്സ് വരെ ജീവിക്കാൻ പറ്റി. വിനിച്ചിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞതിൻ്റെ കൂട്ട് നേരത്തെ ഇപ്പോഴൊക്കെയാണ് ആളൊന്ന് വെറുതെ ഇരുന്ന് ഞാൻ കണ്ടേക്കുന്നത്. അത് 2 വർഷം മുമ്പുണ്ടായ ഒരു വീഴ്ചയ്ക്ക് ശേഷമാണ്. അതിനു മുമ്പ് ഇരിക്കാൻ പറ്റില്ല. ഇരിക്കുന്ന കണ്ട് എങ്ങാനും മയങ്ങോ ഉറങ്ങോ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അതൊക്കെയാണ് സ്വഭാവം ആയിരുന്നത്. എനിവേ, എന്താ പറയുക, ഗുഡ് ടു ഹാവ് ഫാദർ ലൈക്ക് ദിസ്, ഫാദർ ആൻഡ് മദർ, ആൻഡ് വി ആർ ആക്ച്വലി വെരി ബ്ലെസ്ഡ് ചിൽഡ്രൻ ദാറ്റ് വേ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ സിനു പറഞ്ഞതിലൂടെ ഞങ്ങൾ ഒത്തിരി കാലം കൂടെ ശേഷം കളിക്കാനും ഇന്നലെ ഒന്ന് ഈവനിങ്ങിൽ ആ ഒരു ഗെറ്റ് ടുഗദറും ഒക്കെ ഇതായിട്ടിരിക്കാനും ഒക്കെ പറ്റി. അപ്പം വന്ന ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ചാച്ചൻ്റെ 80ാമത്തെ ബർത്ത്ഡേ, പിന്നെ 50th വെഡിങ് ആനിവേഴ്സറി, പിന്നെ ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയായിരുന്നു എറണാകുളത്ത്. ഇത് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഹൗസ് വാമിംഗ് ഒന്നും ആയിട്ടില്ല. അപ്പം അതിലാണെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് എറണാകുളത്തിന് വരുമ്പോൾ ഓൾവേസ് വെൽക്കം, എനി ടൈം കം ഹോം. അത് നെക്സ്റ്റ് മന്തിലൊക്കെ ആവത്തുള്ളൂ. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പം ഒന്ന് മാറാനായിട്ട് അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്കിങ്ങനെ കൂടാം എന്ന് വിചാരിച്ചു. ഓക്കെ, എല്ലാവരോടും വളരെയധികം നന്ദി, വന്നതിലും പങ്കെടുത്തതിലും ആശംസകൾ നേർന്നതിലും. ശരി, താങ്ക് യു. ചുവടുവച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ട് നേരാം ആശംസ, മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം.